ഹായ്, നമ്മളിൽ നിന്നും കളഞ്ഞു പോയ സ്മാർട്ട് ഫോൺ എങ്ങനെ നമുക്ക് കണ്ടെത്താം, അതുപോലെ അതിലുള്ള ഫോട്ടോസ്, വീഡിയോസ്, ഇതുപോലുള്ള ഡാറ്റകൾ നമുക്ക് എങ്ങനെ മായ്ച്ചു കളയാം എന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. Subscribe now. Press the bell icon to never miss update. നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ കളഞ്ഞു പോവുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഒരു മൊബൈൽ ഫോൺ കളഞ്ഞു പോയാൽ അതിലൂടെ നമുക്ക് നഷ്ടമാകുന്നത് ആ ഫോണിൻ്റെ വില മാത്രമല്ല, അതിനോടൊപ്പം അതിലുള്ള ഫോട്ടോസ്, വീഡിയോസ്, നമ്പർ, ഇതുപോലുള്ള പല ഡാറ്റകളും നമുക്ക് നഷ്ടമാവുകയാണ്. എന്നാൽ ആൻഡ്രോയിഡ് ഫോൺ ഇത്തരത്തിൽ കളഞ്ഞു പോയാൽ കണ്ടുപിടിക്കാനും അതിലെ നമുക്ക് ആവശ്യമായ ഫയലുകൾ ഡിലീറ്റ് ചെയ്യാനും ഒരു വഴിയുണ്ട്. എന്നാലും കളഞ്ഞു പോയ എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. കാരണം ഫോൺ കണ്ടുപിടിക്കാൻ വേണ്ടി മറ്റു ചില കാര്യങ്ങൾ ആവശ്യമാണ്. ഫോണിലെ ചില സെറ്റിങ്സുകൾ ഓൺ ചെയ്തിട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ കണ്ടെത്താൻ സാധിക്കുക. അതുപോലെ നഷ്ടപ്പെട്ട ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത അവസ്ഥയിലായിരിക്കണം. ഫോൺ കണ്ടെത്തേണ്ടത് എങ്ങനെയെന്ന് പറയുന്നതിന് മുമ്പ് ഫോണിൻ്റെ സെറ്റിങ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പരിചയപ്പെടാം. ആദ്യമായി നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത നിലയിലായിരിക്കണം. അതോടൊപ്പം നിങ്ങളുടെ ഫോണിലെ ലൊക്കേഷൻ സർവീസും ഓൺ ചെയ്ത നിലയിലായിരിക്കണം. അടുത്തതായി ഫോണിലെ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന സവിശേഷത ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഗൂഗിൾ അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടാവുകയും മൊബൈലിലെ ഇൻ്റർനെറ്റ് ഓൺ ആയിരിക്കേണ്ടതും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബാക്കപ്പ് ഫോണോ നഷ്ടപ്പെട്ട ഫോണിന് ഒരു ബാക്കപ്പ് കോഡോ ഉണ്ടെങ്കിൽ സഹായകമാകും. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫോൺ കണ്ടെത്തി ഫയലുകൾ ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന്. സ്റ്റെപ്പ് നമ്പർ 1, നിങ്ങളുടെ കയ്യിലുള്ള മറ്റൊരു ആൻഡ്രോയിഡ് ഫോണിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആൻഡ്രോയിഡ് ഫോണിലെ ഗൂഗിൾ അക്കൗണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ ഈ ഫോണിലും ലോഗിൻ ചെയ്യേണ്ടത്. സ്റ്റെപ്പ് നമ്പർ 2, ഗൂഗിൾ ബ്രൗസർ തുറന്ന ശേഷം ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് സെർച്ച് ചെയ്ത് ഗൂഗിളിൻ്റെ ഫൈൻഡ് മൈ ഡിവൈസ് സൈറ്റിൽ കയറുക. സ്റ്റെപ്പ് നമ്പർ 3, നിങ്ങൾ വെബ്സൈറ്റിൽ കയറുന്നതോടെ നഷ്ടപ്പെട്ട ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ പോവുകയും ഫോണിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയും ചെയ്യും. നിലവിലെ ലൊക്കേഷൻ അല്ലെങ്കിൽ ഫോണിൻ്റെ അവസാന ലൊക്കേഷൻ അതിലൂടെ അറിയാൻ സാധിക്കും. സ്റ്റെപ്പ് നമ്പർ 4, പേജിൻ്റെ താഴെയായി നിങ്ങൾക്ക് ഇനി 3 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. പ്ലേ സൗണ്ട്, സെക്യൂർ ഡിവൈസ്, ഇറൈസ് ഡിവൈസ് എന്നീ ഓപ്ഷനുകളാണ് കാണാൻ സാധിക്കുക. ഇതിൽ പ്ലേ സൗണ്ട് കൊടുത്താൽ ഫോൺ സൈലൻ്റ് മോഡിലോ വൈബ്രേഷൻ മോഡിലോ ആയാൽ പോലും തുടർച്ചയായി 5 മിനിറ്റ് വലിയ ശബ്ദത്തിൽ റിംഗ് ചെയ്യും. രണ്ടാമത്തെ ഓപ്ഷനായ സെക്യൂർ ഡിവൈസ് ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിനെ സെക്യൂർ ചെയ്യാൻ സാധിക്കും. നിലവിൽ ഫോണിൽ നൽകിയിരിക്കുന്ന പാസ്വേഡ് പാറ്റേൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പുതിയ പാസ്വേഡ് ഉപയോഗിച്ചോ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ തന്നെ മറ്റാരുടെയെങ്കിലും കയ്യിലാണ് നിങ്ങളുടെ ഫോണെങ്കിൽ അവർക്കുള്ള മെസ്സേജ് അയക്കാനും കൂടാതെ നിങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ അവിടെ നൽകാനും സൗകര്യമുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനായ ഇറൈസ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ നോക്കാം. ഇറൈസ് ഡിവൈസ് എന്ന ഓപ്ഷൻ കൊടുത്താൽ ഫോണിലെ മുഴുവൻ ഫയലുകളും ഡിലീറ്റ് ചെയ്യപ്പെടും. നിങ്ങളുടെ മൊബൈൽ ഫോണിലെ നമ്പറുകൾ മുതൽ ആപ്പുകൾ വരെ എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യപ്പെടും. അതോടുകൂടി ഫോൺ പിന്നെ എവിടെയാണെന്ന് അറിയാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ ഫോൺ തിരികെ ലഭിക്കാൻ വേണ്ടി എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഈ ഇറൈസ് ഓപ്ഷൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.